بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്തു നംൽ 9 മുതൽ 12 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. യാ മൂസ ഇന്നഹു, ഇവിടെ യാ മൂസ എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതായതുകൊണ്ട് ഒന്നിനും തഫ്ഖീം വരികയില്ല, എല്ലാം തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാ എന്ന് പറയേണ്ട, യാ മൂസ, മൂസ പറയരുത്, മൂസ. മൂസ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുകയാണ് വേണ്ടത്. ഇന്നഹു, അവിടെ നൂൻ മുശദ്ദദയെ മണിക്കണം. അതിൽ ഹ ഉദ്വമീർ ഉണ്ട്, അതിനുശേഷം വീണ്ടും ഖതാഇൻ്റെ ഹംസ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും മദ് മുൻഫസിലിൻ്റെ വിധി നൽകപ്പെടുന്നതായ മദ്ദുസ്സിലത്തിൽ കുബ്റ എന്ന ദീർഘം നൽകുന്നു. ഇന്നഹു അനല്ലാഹുൽ അസീസുൽ ഹകീം. അവിടെ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല അതിൽ തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കേണ്ടതാണ്. അൽ അസീസുൽ ഹകീം, ഐന് ഹ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യമാണ് അവയുടെ മഖ്റജ്. അനല്ലാഹുൽ അസീസുൽ ഹകീം. ഇതുവരെയായി അള്ളാഹു എന്ന ലഫ്ളുൽ ജലാലയിലെ ലാമിന് മാത്രമാണ് തഫ്ഖീം നൽകുന്നത്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല, എല്ലാം ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് എന്നത് ശ്രദ്ധിക്കുക. വഅൽഖി അസാക്, വഅൽഖി, ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റായതുകൊണ്ട്. അസാക, ഇവിടെ സ്വാദിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം നൽകണം. ഇസ്തിഅലാഇൻ്റെ ഹർഫായ സ്വാദിനെയാണ് അലിഫ് നൽകി ദീർഘിപ്പിക്കുന്നത്. ദീർഘത്തിലും തഫ്ഖീം നിലനിൽക്കുന്നതാണ്. അസാക വഖഫ് ചെയ്യുമ്പോൾ അവിടെ മദ്ദുൽ ആരിദ്, അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ എന്ന ദീർഘം പുതുതായി ഉണ്ടാവുന്നത് കൊണ്ട് 4-5-6 ഹറക്കത്തിൻ്റെ അളവിലൊക്കെ ദീർഘിപ്പിക്കാം. 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കുകയുമാവാം വഖഫിൻ്റെ സന്ദർഭത്തിലും. എന്നാൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ മിതത്വം സ്വീകരിക്കുന്നതാണ് നല്ലത്. ആസോക്, ആസോക് എന്ന് ഉച്ചരിക്കുക. ഫലമ്മ, ഇവിടെ മീം മുശദ്ദദയെ മണിക്കണം. റഅഹ, റഇന് തഫ്ഖീം, എന്നാൽ ഹംസയിലേക്ക് ആ തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. റഅ എന്ന് പറയരുത്, റഅഹ. ഹായിലും തർക്കീഖാണ്, റഇന് മാത്രമാണ് തഫ്ഖീം. റഅഹ തഹ്തസ്സു, തഹ്തസ്സു. സ വ്യക്തമാക്കി ഉച്ചരിക്കുക. എല്ലാ ഹർഫുകളും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കഅന്നഹ, നൂൻ മുശദ്ദദയെ മണിക്കണം. ജാന്നു വല്ല, ഇവിടെ ഈ ദീർഘം 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് അൽ മദ്ദുൽ ലാസിം, അൽ മുസഖൽ, അൽ കലിമി എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ജാന്നു വല്ല, നൂൻ മുശദ്ദദയാണ് അലിഫിന് ശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ നൂനിനെ മണിക്കുകയും വേണം. നൂനിൻ്റെ തൻവീനാകട്ടെ അതിനുശേഷം വാവ് വരുന്നത് കൊണ്ട് ഇദ്ഗാം ബിഗുന്ന എന്ന നിയമം അവിടെ പാലിക്കപ്പെടുന്നു. തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. അപ്പോൾ ജാന്നു വല്ല മുദ്ബിറ, വല്ല മുദ്ബിറ, മുദ്ബിറ. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വഖഫ് ചെയ്യുമ്പോൾ മുദ്ബിറ എന്ന് അലിഫിന്മേൽ വഖഫ് ചെയ്യണം. അലിഫിലും തഫ്ഖീം ഉണ്ടായിരിക്കുന്നതാണ്. വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതുമ്പോൾ മുദ്ബിറൻ വലം യുഅഖിബ്, മുദ്ബിറൻ വലം യുഅഖിബ് എന്ന് തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇത് ഗാംബിഗുന്ന.
വലം യുഅഖിബ് ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റായതുകൊണ്ട് ബാഇന് ഖൽഖല കുബ്ര എന്ന ഹുക്മനുസരിച്ച് ഹറക്കത്ത് പോലെ അതിൻ്റെ സുക്കൂൻ വ്യക്തമാക്കി ഉച്ചരിക്കണം. യാ മൂസ ലാ തഖഫ്, ഖാഇന് തഫ്ഖീം കൊടുക്കുക. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഖാ ഒഴികെ. യാ മൂസ ലാ തഖഫ് ഇന്നി, നൂൻ മുശദ്ദദയെ മണിക്കണം. ലാ യഖാഫു, ലാ യഖാഫു, ലാ എന്നതിലെ അലിഫും യഖാഫു എന്നതിലെ അലിഫും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒന്ന് തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്നു. എന്നാൽ യഖാഫു എന്നതിൽ തഫ്ഖീമാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുന്നു. ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, അൽ മുർസലൂൻ റാഇൻ തഫ്ഖീം കൊടുക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്. ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ ഇല്ലാ മൻ ളലം, ഇല്ലാ മൻ സാക്കിനത്തായ നൂൻ ശേഷം ള ആണ്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാൻ്റെ ഹർഫാണ് ള. ളഇന് മുമ്പിൽ വന്ന സാക്കിനത്തായ നൂനിനെയും തഫ്ഖീം ചെയ്യണം മണിക്കുമ്പോൾ. മൻ ളലം ഇല്ലാ മൻ ളലമ സുമ്മ ബദ്ദല ഹുസ്ന, സുമ്മ മീം മുശദ്ദദയെ മണിക്കുക. ബദ്ദല ഹുസ്നൻ ബഅദ സൂ, ഹുസ്നൻ ബഅദ, ഇവിടെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. ഫലത്തിൽ ഇഖ്ഫാ ശഫവി എന്ന സാക്കിനത്തായ മീമിൻ്റെ ഹുക്മ നൽകി. ഹുസ്നൻ ബഅദ എന്ന് പറയുക. ബഅദ സൂഇൻ ഫഇന്നി, സൂഇൻ ഇതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ശേഷം ഹംസ അതേ പദത്തിലായി വന്നതുകൊണ്ട് ഹംസയുടെ തൻവീൻ ശേഷം ഫ വന്നതിനാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. സൂഇൻ ഫഇന്നി, നൂൻ മുശദ്ദദയെ മണിക്കുക. ഗഫൂറുർ റഹീം, ഇതിൽ ഗൈൻ ഇസ്തിഅലാൻ്റെ ഹർഫായതുകൊണ്ട് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഗഫൂറുർ റഹീം, റുൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും ശേഷമുള്ള റായിലേക്ക് മണിക്കാതെ ലയിപ്പിക്കുന്നു. റാഇകളെ തഫ്ഖീമും ചെയ്യേണ്ടതാണ്. ഗഫൂറുർ റഹീം, ഇദ്ഗാം ബിഗൈരി ഗുന്ന ആണ് അവിടെ തൻവീനിന് വരുന്ന നിയമം. ഗഫൂറുർ റഹീം വഅദ്ഖിൽ യദക ഫീ ജൈബിക്, വഅദ്ഖിൽ ഖാഇൻ്റെ ഉച്ചാരണം ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നൽകിയാണ്, കാരണം അതിന് കസ്റായതുകൊണ്ട്. ദാലിന് ഖൽഖല സുഗ്റ നൽകണം, സുക്കൂൻ വന്നതുകൊണ്ട്. വഅദ്ഖിൽ എന്ന് ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക ദാലിന്. വഅദ്ഖിൽ യദക ഫീ ജൈബിക്, وأدخل يدك في جيبك تخرج بيضاء من غير سوء. تخرج خائن تفخيمുണ്ട്, റാഇൻ തഫ്ഖീമുണ്ട്. ജീമിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം സുക്കൂനിനെ. തഖ്റുജ് ബൈദാഅ, ളാദ് ഇസ്തിഅലാൻ്റെ ഹർഫാണല്ലോ, അതിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ബൈദാഅ ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. മിൻ ഗൈരി ഇവിടെ സാക്കിനത്തായ നൂനും ശേഷം ഗൈനുമാണ്. ഇദ്ഹാർ ഹൽഖി നൽകി മണിക്കാതെ നൂനിനെ വെളിവാക്കേണ്ടതാണ്. മിൻ ഗൈരി സൂ, ഇവിടെ ദീർഘം നൽകി വഖഫ് ചെയ്യുന്നു. മദ് മുത്തസിൽ വാജിബും കൂടാതെ മദ് ആരിദും ഒരുമിച്ച് വരുന്ന സന്ദർഭമാണ്. മദ് ആരിദിനെ പരിഗണിച്ചുകൊണ്ട് ഈ ദീർഘത്തിന് 6 ഹറക്കത്തിൻ്റെ അളവ് വരെ നൽകാവുന്നതാണ്. എന്നാൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ കുറയാനും പാടില്ലാത്തതാണ്.
നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവ് നിർബന്ധമായും നൽകേണ്ടതാണല്ലോ മുത്തസിലിന്. എന്നാൽ മിൻ ഗൈരി സൂ എന്ന് 6 ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാവുന്നതാണ്. ഫീ തിസ്ഇ ആയാതിൻ ഇലാ ഫിർഔന വഖൗമിഹി. ഫീ തിസ്ഇ ആയാതിൻ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലായതുകൊണ്ട് ആയാതിൻ എന്നതിലെ തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഫിർഔൻ എന്നതിലെ റാഇന് തർക്കീഖാണ്, സുക്കൂനും തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതിനാൽ ഫീ തിസ്ഇ ആയാതിൻ ഇലാ ഫിർഔന വഖൗമിഹി. ഖൗം ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാന്റെ ഹർഫാണ്. വഖൗമിഹി അവിടെ ചേർത്ത് വായിക്കുമ്പോൾ ഹ ദമീറിന് ദീർഘം വരുന്നു, മദ്ദു സിലത്തുൽ കുബ്ര നൽകി. വഖൗമിഹി ഇന്നഹും മദ്ദു മുൻഫസിൽ ജായിസിൻ്റെ വിധിയായ മദ്ദു സിലത്തുൽ കുബ്ര നൽകണം. ഇന്നഹും നൂൻ മുശദ്ദദയെ മണിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിന തമീം, ശേഷം കാഫാണ് വന്നത്, ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇന്നഹും കാനു പറയണ്ട, കാനു ഖൗമൻ ഫാസിഖീൻ. ഖൗമൻ ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാന്റെ ഹർഫാണ്. തൻവീനും ശേഷം ഫാഉമാണ്, ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. ഖൗമൻ ഫാസിഖീൻ. ഫാസിഖീൻ എന്നതിൽ ഖാഫ് വന്നിട്ടുണ്ട്, ഇസ്തിഅലാന്റെ ഹർഫാണ്. എന്നാൽ കസ്റുള്ളതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകിയാൽ മതി. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. يا موسى إنه أنا الله العزيز الحكيم وألق عصاك. فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب. يا موسى لا تخف إني لا يخاف لدي المرسلون إلا من ظلم ثم بدل حسنا بعد سوء فإني غفور رحيم. وأدخل يدك في جيبك تخرج بيضاء من غير سوء في 9 آيات إلى فرعون وقومه إنهم كانوا قوما فاسقين.